ബ്രസീലിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 60 പേർ മരിച്ചു. 70-ലധികം പേരെ കാണാതായിരിക്കുകയാണ്. നിരവധി പാലങ്ങളും റോഡുകളും ഒക്കെ തകർന്ന സാഹചര്യം. വിവരങ്ങളുമായി ശരണ്യ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ശരണ്യ, ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ബ്രസീലിൽ ഉണ്ടായിരിക്കുന്നത്. കനത്ത മഴ, വെള്ളപ്പൊക്കം, ഒരുപാട് ആളുകൾ മരിക്കുന്നു, ഭവനരഹിതരാകുന്നു. സാഹചര്യം ഗൗരവമായി തുടരുകയാണോ? തീർച്ചയായും മനു, തെക്കൻ ബ്രസീൽ പ്രദേശത്താണ് ഇപ്പോൾ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ ശക്തമായ മഴയും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ 37 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തമായ വെള്ളപ്പൊക്കത്തിൽ ബ്രസീലിലെ തെക്കൻ പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിലായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രളയത്തിൽ നിരവധി പേരെ കാണാതായിട്ടുമുണ്ട്. 5257 പേരെ മാറ്റി പാർപ്പിച്ചതായിട്ടും അധികൃതർ ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ തെക്കൻ പ്രദേശങ്ങളിലെ ജലവൈദ്യുതി പദ്ധതികൾ, അണക്കെട്ടുകൾ, പാലങ്ങൾ ഇവയെല്ലാം തകർന്നതായിട്ടും ഇപ്പോൾ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള മരണസംഖ്യ വർദ്ധിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. അതിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്ത് വിട്ടിട്ടില്ല എങ്കിലും ഈ ഒരു കാരണമാണ് അവിടെയുള്ള മരണസംഖ്യ വർദ്ധിക്കാനും അതുപോലെ തന്നെ നിരവധി ജനതയെ കാണാതാവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാക്കുന്നു. അണക്കെട്ട് തകർന്നതിൽ 60 പേരെ അണക്കെട്ട് തകർന്ന പ്രദേശത്ത് തന്നെ കാണാതായിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ ഇതുപോലെ തന്നെയുള്ള ഒരു പ്രളയം ബ്രസീലിലെ ജനതയെ തേടിയെത്തുകയും നിരവധി പേരെ കാണാതാവുകയും മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നടന്ന് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് വീണ്ടും ബ്രസീലിലെ ജനതയെ തേടി ഇതുപോലുള്ള ഒരു ദുരന്ത വാർത്ത ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ബ്രസീലിലെ ജിയോളജി സർവീസ് റിപ്പോർട്ടുകൾ പ്രകാരം അവർ പറയുന്നത് 1941 ഇതുപോലൊരു പ്രളയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ശക്തിയേറിയ ഒരു പ്രളയമാണ് ഇത്തവണ ബ്രസീലിൽ ഉണ്ടായിട്ടുള്ളത് എന്നും 150 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു വലിയ ശക്തിയേറിയ പ്രളയം ബ്രസീലിലേക്ക് എത്തുന്നതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അവിടെയുള്ള അധികൃതരും മറ്റും പുറത്തേക്ക് വിടുന്നത്. മനു, ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് സാഹചര്യം. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലായിടത്തും വെള്ളം കയറി നിൽക്കുന്ന ഒരു അവസ്ഥ, അത് നമ്മൾ ഒരിക്കലും അനുഭവിച്ചതാണ് ആ പ്രളയത്തിൻ്റെ ഭീകരത എന്നുള്ളത്. അത്തരമൊരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ബ്രസീലിൽ നിന്ന് കണ്ടത്. അണക്കെട്ടുകളടക്കം തകരുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്.